തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ എങ്ങനെ പറയുന്നത് നൻപൻ, ഞാൻ നൻപനുക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നും പണ്ണ മുടിയാതെ നിങ്ങൾ മഞ്ഞിട്ടില്ല. അജിചേട്ടനൊപ്പം ധ്യാൻ ചേട്ടനെ നമുക്കൊരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ധ്യാൻ ചേട്ടാ വരുന്നില്ല? ഓക്കെ, സോ ഇറ്റ്സ് ജസ്റ്റ് അജു വർഗീസ് അഡ്രസ്സിംഗ് അസ്. ഒരു വലിയ കൈ കൊടുക്കാം. ലാസ്റ്റ് മിനിറ്റ് ഈ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് വേദിയിലേക്ക് കടന്നു വരുന്നത്. ഈ ലാസ്റ്റ് വന്ന് ഷോ ഇട്ടതൊന്നുമല്ല, അതിന് മുകളിൽ പറയാൻ എനിക്കൊന്നുമില്ല. അപ്പം വിസിറ്റർ എന്ന് പറയുന്ന ഈ സിനിമയുടെ ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ സംവിധായകൻ, ഇന്നത്തെ താരം അദ്ദേഹമാണ് രാഹുലിനും നീതുവിനും അരുണിനും അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ. നമുക്കറിയാം, ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ അഭിനേത്രിയായ ഉർവശി മാഡം, നവ്യ, എൻ്റെ പ്രിയ സുഹൃത്ത് ധ്യാൻ, പിന്നെ ഇന്ന് ഈ ചടങ്ങിൽ വന്ന് ഞങ്ങൾ സിനിമയിലോട്ട് വരാൻ കാരണമായ വിനീത് ശ്രീനിവാസൻ, ദിലീപേട്ടൻ. നാളെയാണ് മലർവാടിൽ 16 വർഷമാവുന്നത്. അപ്പം അന്ന് തലേദിവസം ദിലീപേട്ടനെ കാണാൻ കഴിഞ്ഞ സന്തോഷം. ലിസ്റ്റിൻ, അതേപോലെ തന്നെ സന്ദീപേട്ടൻ, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ധ്യാൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സാറിൻ്റെ ഏറ്റവും മികച്ച തിരക്കഥ അത് ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ്. അതിലൊന്നും എനിക്കൊരു പറയാനില്ല. അതിൻ്റെ അതേ കർമ്മങ്ങളും സറ്റയറും സർക്കാസവും ഒക്കെ അദ്ദേഹം ആ ലെഗസി കണ്ടിന്യൂ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇഷ്ടം ഉള്ളൊരു കാര്യം ധ്യാനോട്, അദ്ദേഹം ആണ് യഥാർത്ഥ സോഷ്യലിസ്റ്റ്. അത് ആ സോഷ്യലിസ്റ്റ് മനോഭാവം ജീവിതത്തിൽ കൊണ്ടെടുക്കുന്ന ഞാൻ കണ്ടേക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ധ്യാൻ ശ്രീനിവാസനാണ്. അത് ഇനിയും തുടരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഈ പറഞ്ഞ എന്തുകൊണ്ട് ഇനിയും അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ വിശേഷങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയാം, എൻ്റെ അഭിപ്രായത്തിൽ ഈ കാരണങ്ങൾ, ധ്യാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അമ്മയുടെ തലപ്പത്ത് വന്നാൽ നന്നാവുന്ന ഞങ്ങൾക്കൊക്കെ തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, അതിൽ നടക്കുന്നൊക്കെ വിളിച്ചു പറയും. അപ്പൊ നിങ്ങൾക്ക് വേറെ സാധ്യതകളൊന്നും വേണ്ട അറിയാൻ. ഹൈദറിനൊക്കെ സന്തോഷമായിരുന്നു, ഒറ്റയായിരിക്കും കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യെസ്, അത് നോക്കാൻ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാര്യം അപ്പം കൃത്യമായിട്ട് ഇടവേള ബാബുചേട്ടനെയൊക്കെ നമുക്ക് ഏൽപ്പിച്ച് കാര്യങ്ങൾ നടത്തും. അപ്പം അതുകൊണ്ട് കൊണ്ട് തന്നെ പറഞ്ഞ പിന്നെ നമ്മൾ ഇരുന്ന് വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പം നമ്മളാണല്ലോ എല്ലാം, അങ്ങനെ പറയുന്ന തമാശകളൊക്കെയാണ്. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ എങ്ങനെ പറയുന്നത് നൻപൻ, ഞാൻ നൻപനുക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നും പണ്ണ മുടിയാതെ നിങ്ങൾ മഞ്ഞിട്ടില്ല. താങ്ക് യു അഭിഷേക. സോ ദാറ്റ് നമ്മുടെ ഒഫീഷ്യൽ ഫംഗ്ഷന് ഒരു വൈൻഡിങ് അപ്പ് ആണ് ഇവിടെ. ബിഫോർ ദാറ്റ് നമ്മളൊരു ഗ്രൂപ്പ് പിക്ചറിന് വേണ്ടിയിട്ട് എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദി ഡയറക്ടർ, ദി പ്രൊഡ്യൂസർ, റൈറ്റർ, മ്യൂസിക് ഡയറക്ടർ, ആക്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഇൻവൈറ്റീസ് എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു വരാനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഫോർ എ ഗ്രൂപ്പ് പിക്ചർ.